ചോദ്യം, പിന്നെ ഇസ്ലാം പ്രപഞ്ചത്തിൻ്റെ മതമാണെന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ പല സംസാരങ്ങളിലും നമ്മൾ പറയുന്നത് ഇസ്ലാമിൻ്റെ തുടക്കം 1500 വർഷം മുതലുള്ളതാണ്. ഇത് അപ്പുറം ചർച്ച വളരെ നല്ല ഒരു സാധാരണ നിലയിൽ നിന്നുള്ള ഒരു ചോദ്യമാണത്. അത് സ്കൂളിലെയും കോളേജിലെയും പുസ്തകത്തിൽ പറയുന്നൊരു നുണയല്ലേ അത്. നമ്മൾ ഇസ്ലാമിൻ്റെ രേഖ സ്കൂളിലെയോ കോളേജിലെയോ പുസ്തകങ്ങളല്ല, സ്കൂളിലെയും കോളേജിലെയും പുസ്തകങ്ങളിൽ മാത്രമാണുള്ളത്. ക്രിസ്തബ്ദ 570 മുഹമ്മദ് ജനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. 610 ആഗസ്റ്റ് മാസം അല്ല ജൂൺ മാസം 8-ാം തീയതി പ്രവാചകനായി. അവിടെ നിന്നാണ് ഇസ്ലാമിൻ്റെ സ്റ്റാർട്ടിങ്. നമ്മൾ പറയുന്നത് എന്താ അറിയോ? മാസിവൽ ബാരി, അള്ളാഹു അല്ലാത്ത ബാക്കി എല്ലാത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നൈസർഗികമായ ഫിതരിയായ താളമാണ് ഇസ്ലാം. ഇപ്പം ഈ പീഠവും ഈ മൈക്കും ഇപ്പോൾ യുസബ്ബിഹു ലില്ലാഹി മാഫിസ് സമാവാതി വൽ അർള്, ഇതൊക്കെ ഇപ്പോൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കാറ്റടിക്കുന്നതിനെ കുറിച്ച് ഷാ വലിയുല്ലാഹി ദഹലവി പറഞ്ഞു, പ്രപഞ്ചത്തിൽ എന്തുണ്ടെങ്കിലും 2 ഇല്ലത്തുണ്ടാകും. ഒന്ന് ഇല്ലത്ത് മാദിയ, ഒന്ന് ഇല്ലത്ത് റൂഹിയ. ഒന്ന് ഭൗതികമായ കാരണം, ഒന്ന് ആത്മീകമായ കാരണം. ഭൗതികമായ കാരണമാണ് നമ്മൾ സയൻസിൽ പഠിക്കുന്ന വേർ ദർ ഇസ് ആൻ ആക്ഷൻ ദർ ബി ഈക്വൽ ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ജഡത്വ നിയമം ന്യൂട്ടൻ്റെ. അതേസമയം ആത്മീകമായ കാരണം നമ്മൾ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും ഒക്കെ സലാത്ത് ചെല്ലുമ്പോൾ അല്ലെ ദിക്ർ ചെല്ലുമ്പോൾ സിമൻ്റ് ഇട്ട തറ പോലെ ചെല്ലൂലോ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അത് ചെല്ലാൻ കഴിയില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താവും, ഒരു 50-100 ആവുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ആവും. കാരണം അത് താളം പിടിക്കുന്നതാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ തസ്ബീഹിൽ താളം പിടിക്കുമ്പോഴാണ് പ്രകൃതിയിൽ പ്രാതിഭാസികമായ ചലനങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഷാ വലിയുല്ലാഹി ദഹലവി. ഒക്കെ മുസ്ലിങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നാമത്തെ പ്രവാചകൻ മനുഷ്യൻ മുതൽ ഇസ്ലാം ആരംഭിക്കുന്നു. കന്നുകാലികൾക്ക് ഇസ്ലാമുണ്ട്, പരമാണുക്കൾക്ക് ഇസ്ലാമുണ്ട്. തരുവാകട്ടെ, താരമാകട്ടെ, കണമാകട്ടെ, കണികയാകട്ടെ, വസ്തുവാകട്ടെ, വസ്തുതയാകട്ടെ, ചെറുതാവട്ടെ, വലുതാകട്ടെ, മൈക്രോ ആകട്ടെ, മാക്രോ ആവട്ടെ, എല്ലാം യുസബ്ബിഹു ലില്ലാഹി മാഫിസ് സമാവാതി വമാ ഫിൽ അർള്, അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് വഴങ്ങി തൗഹീദിൽ ജീവിക്കുന്ന പദാർത്ഥങ്ങൾ മാത്രമാണ്. ഈ ചോദ്യത്തിന് ഒരു കുറച്ച് സമയം കൂടി എക്സ്ട്രാ എടുക്കട്ടെ. ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ അടുത്ത് ചർച്ചയായൊരു രംഗം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മേപ്പാടി ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അവിടെയും ഇതാണ് അതിൻ്റെ ഒരു മൻഹജ്. അതായത് മേപ്പാടിയിൽ ഉരുൾപൊട്ടുമ്പോൾ അള്ളാഹു എവിടെയായിരുന്നു എന്നൊരു ചോദ്യം വന്നല്ലോ. അള്ളാഹു എവിടെയായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ ഈ പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മനുഷ്യരുടെ, കന്നുകാലികളുടെ, ഉറുമ്പിൻ്റെ, കൂറയുടെ, പാറ്റയുടെ, അണ്ണാൻ്റെ, പ്രാപ്പിടിയൻ്റെ, മൈനയുടെ, കുരുവിയുടെ, ചെമ്പോത്തിൻ്റെ, എല്ലാത്തിൻ്റെയും റബ്ബാണ് അള്ളാഹു. അപ്പോൾ മേപ്പാടിയിലാകട്ടെ, ഗാസയിലാകട്ടെ, എവിടെയോ ആകട്ടെ, മനുഷ്യർക്ക് പല നഷ്ടങ്ങളും സംഭവിക്കുമ്പോൾ അതിൻ്റെ തക്കതായ പ്രതിഫലവും കൂലിയും മരണാനന്തരം അള്ളാഹു കൊടുക്കുന്നു എന്നുള്ളതുപോലെ വേറെ ഒരുപാട് ജീവികൾക്ക് അവിടെ അനുഗ്രഹവും കിട്ടുന്നുണ്ട്. അതാണ് അതിൻ്റെ അഹ്ലുസുന്ന നമ്മെ പഠിപ്പിക്കുന്ന ഒരു മൻഹജ്. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, ഇപ്പോൾ ഉരുൾപൊട്ടി വീടുകൾ ഒലിച്ചു പോവുകയാണ്, അള്ളാഹു കാക്കട്ടെ. ആ സമയത്ത് അള്ളാഹുവെ കാക്കണേ, വീട് പോവുകയാണല്ലോ, നാട് പോവുകയാണല്ലോ എന്ന് മനുഷ്യർ കരയുമ്പോൾ, നാം കരയുമ്പോൾ, നിസ്സഹായരായി വിലപിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു പൂച്ചയുണ്ടാകും. ആ പൂച്ച ഉരുൾപൊട്ടലിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബുൽ ആലമീൻ, പൂച്ചയുടെയും റബ്ബാണ് അള്ളാഹു. എന്താണ് ദുആ? എനിക്ക് ഗർഭമാണ് റബ്ബേ. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹഹു. പൂച്ചക്കുണ്ടല്ലോ, ഈച്ചക്കുണ്ടല്ലോ. ഞാൻ ഏത് വീട്ടിലും പ്രസവിക്കാൻ പോയപ്പോൾ കർക്കിടത്തിലെ തോരാ മഴയാണ്, വീട്ടിൽ നിന്നൊക്കെ എന്നെ തൊഴിച്ച് തെറിപ്പിക്കുകയാണ്. എനിക്ക് സമാധാനത്തോടെ സ്വസ്ഥമായി പ്രസവിക്കാൻ നീ ഒരു അഭയം തരണമേ തമ്പുരാനെ എന്ന് പൂച്ചയും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. പൂച്ചക്കൊരു വീട് വേണം, പൂച്ചക്ക് പേറുന്നേവുണ്ട്, ശക്തമായ മഴയാണ്. ഒരു വീട്ടിൽ കയറിയപ്പോൾ ഗൃഹനാഥൻ തൊഴിച്ച് തെറിപ്പിച്ചു. പൂച്ചക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു. എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ്റെ വീട് തകർന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൂച്ചക്ക് സുഖപ്രസവം. മനുഷ്യനെ വിലപിച്ചോടുമ്പോൾ, ഉരുൾപൊട്ടുന്ന സമയത്ത് വീട് പൊളിഞ്ഞ് വീട് കിട്ടുമ്പോൾ പൂച്ചയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാവും അൽഹംദുലില്ലാ. രണ്ടും കാണുന്ന ശക്തനായ അള്ളാഹുവിൻ്റെ പേരാണ് സർവശക്തനായ അള്ളാഹു. മലയുടെയും നാഥൻ ഇന്ന അറദ്നൽ അമാനത അല സമാവാതി വൽ അർള് വൽ ജിബാൽ വഅബൈന അൻ യഹ്മിലഹാ വഅഷ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന വലൂമൻ ജഹൂല. നമ്മൾ മൂത്രമൊഴിക്കാൻ കഴിയാതായാൽ, അള്ളാഹു കാക്കട്ടെ, നമുക്ക് ഭയങ്കര വയറിനൊക്കെ അസ്വസ്ഥതയല്ലേ, വയറിൽ ഓവർ നീരായി ശ്വാസം മുട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ മലയുടെ വയറ്റിൽ
മലക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്രയും നീര് വന്നപ്പോ മലയുടെ ഭാഷയിൽ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, കൈച്ചലാക്കി തരണമേ തമ്പുരാനെ. മലക്ക് പൊട്ടാൻ അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തു. ഉരുൾപൊട്ടി മനുഷ്യൻ ഓടുമ്പോ മലയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാകും, അൽഹംദുലില്ലാ, എനിക്ക് ശ്വാസം പെടാൻ പറ്റിയല്ലോ. ഇത് രണ്ടും നിയന്ത്രിക്കുന്നവന്റെ പേരാണ് റബ്ബുൽ ആലമീൻ. ഐഷ്കാലി ഓ ആ ചോദ്യം കുറക്കണം. ഓക്കെ, അതിന് ശേഷമുള്ളതല്ലേ പറയുന്നത്. അതിന് ശേഷമുള്ളത് ഇപ്പോൾ ഞാൻ ചോദ്യം ഞാൻ തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ അള്ളാഹു കഷ്ടപ്പെടുത്തിയില്ല എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. അല്ല, ഞാൻ അദ്ദേഹത്തെ അല്ലേ നമ്മൾ സുഹൃത്തോടെ പറയാണ്. പൊതുവെ എങ്ങനെ പറയുമ്പോൾ അടുത്ത ചോദ്യം എന്തായാലും വരണമല്ലോ. പക്ഷേ ഈ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, അള്ളാഹു നമ്മളെയും അവരെയും സ്വർഗത്തിലാക്കട്ടെ. ശുഹദാക്കളായി മരണപ്പെട്ട ഗാസയിലെയോ യമനിലെയോ മേപ്പാടിയിലെയോ നിലവിൽ സ്വർഗത്തിൽ കഴിയുന്നെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളോട് ഒരു ചോദ്യം. എന്താ ചോദ്യം? നിങ്ങൾ ഇനി ദുനിയാവിലേക്ക് മടങ്ങി വരുന്നോ, ഇനി അതല്ല സ്വർഗത്തിൽ തന്നെ പാർക്കുന്നോ? മേപ്പാടിയിലെ കുഞ്ഞുങ്ങൾ എന്താ പറയാ? ഞങ്ങളിനി വയനാട്ടിലേക്ക് ഇല്ല, മെഡിക്കൽ കോളേജ് പോലും ഇല്ലാത്ത. അൻവർക്ക, ഞാൻ നമ്മളെ സ്വയം കുറ്റപ്പെടുത്തുകയല്ലേ, നമുക്ക് വരും അതൊക്കെ. ഞങ്ങളിനി കേരളത്തിലേക്കേ ഇല്ല, ദുനിയാവിലേക്കേ ഇല്ല, ഞങ്ങൾക്കിവിടെ സ്വർഗം മതി എന്നല്ലേ പറയുള്ളൂ. അപ്പൊ നിലവിൽ അവർ സംതൃപ്തരാണ് സ്വർഗത്തിൽ. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, ഏതെങ്കിലും ഒരു മനുഷ്യനോട് അള്ളാഹുവിന് പ്രത്യേകം ഇഷ്ടമാണെങ്കിൽ ഇബ്തലാഹു ബിമറളിൻ, അള്ളാഹു വലിയ രോഗം കൊടുക്കും, പരീക്ഷണം കൊടുക്കുന്നതാണ്. പ്രത്യേകം ഇഷ്ടമുള്ളത് കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതാണ്. ഇവിടെ ഹജ്ജിന് പോയപ്പോ പാലക്കാട്ടുകാരി മോമിന കുറച്ച് മുമ്പാണ്, ഈ കോവിഡിന്റെ ആ ഒരു സമയത്ത് മക്കയിൽ നവീകരണ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ ക്രെയിൻ തലയിൽ വീണു. അന്ന് EA ജബ്ബാറിനൊക്കെ ഫേസ്ബുക്കിൽ വലിയ പെരുന്നാളായിരുന്നു. എന്തേ പെരുന്നാൾ? സ്വന്തം അതിഥിയെ സ്വീകരിക്കാൻ പോലും കഴിവില്ലാത്ത അള്ളാഹു എവിടെ? ആര് പറഞ്ഞു? മുഅ്മിനോട് അള്ളാഹുവിന് പ്രത്യേകം ഇഷ്ടമാണ്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണ്ടേ? മരിക്കണ്ടേ? മരിക്കാൻ കാരണം വേണ്ടേ? ക്രെയിൻ തലയിൽ വീഴുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് മുഅ്മിനയോട് ചോദിച്ചാൽ, മുഅ്മിന മോളെ, നീ പാലക്കാട്ടിലേക്ക് തിരിച്ചു പോകുന്നു, ഇവിടെ പാർക്കുന്നുവോ? ഓപ്ഷൻ ചോയ്സ്. മുഅ്മിന പറയും, എനിക്ക് സ്വർഗം മതി. ആർക്കാ അവിടെ പ്രശ്നം? ഇത് ഞാൻ എൻ്റെ വക ഉണ്ടാക്കുകയാണോ? അല്ല. നമ്മളിപ്പോൾ ഒരുപക്ഷെ ഇന്നും നമ്മൾ ഓതിയ ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. യാസീന്റെ ആ ഭാഗം പറയുന്നുണ്ടല്ലോ, അന്താക്കിയയിലേക്ക് ദഅവത്തിന് പോയ ഈസാ അലൈഹിസ്സലാമിന്റെ ഹവാരിയങ്ങളിൽപ്പെട്ട ഹബീബ് നജ്ജാർ, അദ്ദേഹത്തെ ആളുകൾ എറിഞ്ഞു കൊല്ലുകയാണ്. ഞാൻ കഥ പറയുകയല്ല, എറിഞ്ഞു കൊല്ലുകയാണ്. എറിഞ്ഞു കൊല്ലുമ്പോൾ അദ്ദേഹത്തിന് ഏറി കിട്ടിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുന്നു. ആഖിറത്തിൽ വെച്ച് ദുനിയാവിലുള്ളവരോട് സംസാരിച്ച പ്രഭാഷകനാണ് ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം സ്വർഗം കാണുന്നുണ്ട്, ദുനിയാവിൽ ആളുകൾ ഏറെ കൊള്ളുന്നുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്? ഖീല ദഖുലുൽ ജന്ന, ഹബീബ് നജ്ജാറിനോട് പറയപ്പെട്ട സ്വർഗത്തിൽ കടന്നാലും ഖീല ദഖുലുൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുകയല്ല ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹു. സ്വർഗം കാണുമ്പോൾ പറയുകയാണ്, എന്താണ്? ഖീല ദഖുലുൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂന, എൻ്റെ ഈ പാവം വിവരം കെട്ട ഈ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എനിക്ക് സ്വർഗത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പദവി തന്ന അള്ളാഹു, ഈ സംഭവം എനിക്ക് പദവി തന്ന കാര്യം ഇവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ആ സ്വർഗത്തിലേക്ക് പോകുന്ന പോക്കിൽ കല്ലേറ് കൊള്ളുന്ന ഹബീബ് നജ്ജാറിനോട്, നിങ്ങൾക്ക് കല്ലേറിന്റെ വേദന മാറ്റി അന്താക്കിയയിലേക്ക് തിരിച്ചു പോകണോ, ഇനി അതല്ല ഈ കാണുന്ന സ്വർഗത്തിലേക്ക് പോകണോ എന്ന് ഹബീബ് നജ്ജാറിനോട് ചോദിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നില്ലേ, എനിക്ക് സ്വർഗം മതിയെന്ന്. അള്ളാഹു ആരോടും അനീതി ചെയ്യുന്നില്ല. റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഇവിടെ ജീവിക്കണോ, എന്നൊന്നും പാർക്കണോ, എൻ്റെ ലിക്കാ വേണോ? പ്രവാചകൻ എന്ത് തിരഞ്ഞെടുത്തു? അല്ലാഹുമ്മ റഫീഖൽ ആല, എനിക്ക് നിന്റെ ചങ്ങാത്തം മതി എന്ന് പറഞ്ഞു. മനുഷ്യന്റെ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, നിരീശ്വരവാദമായാലും സ്വതന്ത്ര ഇന്ത്യയായാലും വ്യക്തി സ്വതന്ത്രമായാലും എല്ലാവരും പരിഗണിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം സംതൃപ്തി ഉണ്ടാവുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവരെ ചൊല്ലി നമുക്ക് ദുഃഖം ഉണ്ടെങ്കിലും അവർ വലിയ സന്തോഷം ഉള്ള ആളുകളാണ്.
അവർക്ക് ഇനി ദുഃഖം ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് ഖുർആൻ നിരന്തരം പറയുന്നു. ഒറ്റൊരു കാര്യം കൂടി, ഈ ഗാസയിലെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ഫേസ്ബുക്കിലൊക്കെ ഇവർ കൊണ്ടുവരാറുണ്ട്. ഇതിൽ പഴയ ഒരു സിറിയൻ ബാലനുണ്ടല്ലോ, ഐമൻ കുർദി, ഒരു കമിഴ്ന്ന് വീണ് ഒരു അഭയാർത്ഥി. ആ ചിത്രമൊക്കെ ഒരുപാട് കൊല്ലങ്ങളോളം ഓടിയ ചിത്രമാണ്. പക്ഷേ സ്വർഗത്തിലെ വോളണ്ടിയേഴ്സ് ആണെന്നാണ് ഖുർആൻ അവരെക്കുറിച്ച് പറയുന്നത്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ بأكواب وأباريك وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما يطوف عليهم بلدان എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ അടുത്ത വാക്ക് പ്രയോഗിക്കുന്നു. നോക്കൂ, മുഖല്ലദൂൻ, ഒരിക്കൽ മരിച്ച് ഇനി മരിക്കാത്ത. എത്ര കൃത്യമാണ് ആ വേർഡ്. ഒരിക്കൽ മരിച്ചു ഇനി മരിക്കാത്ത മുഖല്ലദീങ്ങളായിട്ടുള്ള കുട്ടികളാണ് സ്വർഗത്തിലെ വാളണ്ടിയേഴ്സ് എന്ന് പരിശുദ്ധ ഖുർആൻ. കേരളത്തിലെ മലയാളത്തിലൊരു കവിതയുണ്ട്, വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിത. സ്കൂളിൽ മലയാളം പഠിച്ച ആളുകൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും, ഞാൻ നേരം കളയുകയല്ല. നമ്മുടെ ഖുർആന്റെ ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഒരു തികവ് പറയാൻ വേണ്ടി ഓർത്തുപോയതാണ്. ഒരു വീട്ടിൽ മാമ്പഴം വീട്ടിൻ്റെ മുറ്റത്ത് വീണപ്പോൾ അമ്മ കരഞ്ഞൊരു കവിത ഇതായിരുന്നു. ഗണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടു കണ്ണീർ. 4 മാസം മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ട ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മതൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ച പോൽ അമ്മലർ ചണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചെടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞപൂ വിറുത്തു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ. മാമ്പഴം വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാം ഭുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർത്തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാമ്പഴം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. ഈ കവിത അറബിയിലാണെങ്കിൽ ഏതെങ്കിലും തസവൂഫിന്റെ കിതാബിൽ വരേണ്ട കവിതയാണ്. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരേതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മാമ്പഴം വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി. എന്താ കവിത ഞാൻ പറഞ്ഞ നേരം കളയുകയല്ല. എന്താ കഥ അറിയോ? വീട്ടിൻ്റെ മുറ്റത്ത് ആദ്യമായിട്ടൊരു മാങ്ങ പൂത്ത് അതിൽ നിന്ന് ഉണ്ണിമാങ്ങ ഉണ്ടായപ്പോൾ വീട്ടിലെ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കവിതയാണ്, മാമ്പഴമാണ്. എല്ലാ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലും മലയാള കവിതാപാരായണത്തിൽ മാറാത്ത വിഭവമാണ് ഈ മാമ്പഴം. മാറാത്തത് അദ്ദേഹം എഴുതിയ കാലം മുതൽ. ഉണ്ണിമാങ്ങ പറിച്ചുകൊണ്ട് മണിക്കുട്ടൻ അമ്മാൻ്റെ അടുത്ത് വന്നു. ഐലൻ കുർദീനെ ഓർക്കുക, ഗാസയിലെ കുഞ്ഞുങ്ങളെ ഓർക്കുക, മേപ്പാടിയിലെ കുഞ്ഞുങ്ങളെ ഓർക്കുക, ഇസ്ലാമിനെ പരിഹസിക്കുന്ന നിരീശ്വരവാദികളെ ഓർക്കുക, അവർ ആദരിക്കുന്ന വൈലോപ്പള്ളിയുടെ കവിതയെയും മറുഭാഗത്ത് ഓർക്കുക. ഈ മണിക്കുട്ടൻ ഒരു ഉണ്ണിമാങ്ങയുടെ കൊളുന്തുമായി അമ്മയുടെ അടുത്തെത്തിയപ്പോൾ അമ്മ സ്വീകരിച്ചില്ല. അമ്മ പറഞ്ഞു, അമ്മയുടെ മുഖം ചുവന്നു, അമ്മ ക്രുദ്ധയായി. അമ്മ പറഞ്ഞു ഇഷ്ടമായില്ല. 4 മാസം മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ടൊരു പൂവുണ്ടായ സമയത്ത് അതിൻ്റെ കൊളുത്ത് നീ പറിച്ചെടുത്ത് വന്നത് മാമ്പഴം വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ, നല്ല അടി കിട്ടാഞ്ഞിട്ടല്ലേ നീ ഈ കുസൃതി ഒപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ദേഷ്യപ്പെട്ടപ്പോൾ കുരുന്നിൻ്റെ വദനാംബുജം വാടി കണ്ണുനീർ തടാകമായി ഇപ്പോൾ കരയുമെന്നായി. കുറുമ്പുള്ള കുരുന്ന് ബാലൻ പറഞ്ഞു മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ കൈതവം കാണാക്കണ്ണ് മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. കണ്ണീരുള്ള സജലമായ കണ്ണുകളുമായി ആ മാങ്ങയുടെ കൊളുത്ത് മണ്ണിലെറിഞ്ഞിട്ട് പറഞ്ഞു മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല. വൈലോപ്പള്ളി ശ്രീധരമേനോൻ അതിന് ശേഷം പറയുന്ന 2 വരി, വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ
ഒരു വാക്കിന് മറുവാക്ക് പറയാൻ പറ്റാത്ത കുരുന്നുകളെ, ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഭാവി പ്രവചിക്കാൻ പറ്റിയ ദൈവത്തിൻ്റെ അരികിൽ നിന്ന് അറിവ് കിട്ടുന്ന പ്രവാചകന്മാരാണോ നിങ്ങൾ? കാരണം ഈ മാമ്പഴം പാകമായി പഴുക്കുന്നതിന് മുമ്പ് പനി പിടിച്ച് മണിക്കുട്ടൻ മരിച്ചുപോയി. 4 മാസമായി ആ മാവിൽ നിന്ന് മാങ്ങ താഴെ വീണു. അനാഥമായ ഒരു മാങ്ങ. അണ്ണാറക്കണ്ണന്മാർ മാവിൻ്റെ 4 കൊമ്പുകളിലേക്കും ശബ്ദങ്ങൾ കലവിലകൾ കൂട്ടി ഓടിച്ചാടി നടക്കുമ്പോൾ കുലുങ്ങി വീഴുന്ന മാങ്ങ പെറുക്കാൻ മണിക്കുട്ടനില്ല. അനാഥമായ മാങ്ങ പെറുക്കി മണിക്കുട്ടൻ്റെ കുടീരത്തിൻ്റെ അരികെ പോയി നിൽക്കുന്ന വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ഭാവനയിലെ അമ്മ. ആ അമ്മയോട് സമാധാനം പറയാൻ ലോകത്തെ ഏതെങ്കിലും ഒരു സാഹിത്യത്തിൽ ഒരു വാക്കുണ്ടോ? വളരെ വിനയാന്യതനായ ചോദ്യമാണ്. ഈ മാമ്പഴം എന്ത് ചെയ്യും? കുരുന്നിതാ ഇവിടെ കുടീരത്തിൽ തിരിച്ചു വരാൻ പോകുന്നില്ല. വൈലോപ്പള്ളിയുടെ ഭാവന അവിടെ തീർന്നു. അത്രേ ഭാവിക്കാൻ കഴിയൂ. കവിതക്കത്രയേ സങ്കല്പമുള്ളൂ. പക്ഷെ അതിൻ്റെ മീതെ ഖുർആൻ പറഞ്ഞു, ഈ അമ്മ അള്ളാഹു കണക്കാക്കിയ മാർഗത്തിൽ മരണപ്പെട്ട അമ്മയാണെങ്കിൽ ഈ അമ്മയെയും കാത്ത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ആ ബാലൻ യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ, അമ്മയെ സ്വീകരിക്കാൻ സ്വർഗത്തിൻ്റെ ഉമ്മറപ്പടിയിൽ വൈലോപ്പള്ളിയുടെ അമ്മയെ കാത്ത് ആ കുരുന്നുണ്ടാകുമെന്ന് പറയാൻ സൂറത്തുൽ വാക്കിയക്കേ പറ്റൂ. സൂറത്തുൽ വാക്കിയക്കേ പറ്റൂ, വേറെ ഒന്നിനും പറ്റുകയില്ല. അപ്പോൾ സാഹിത്യ ഭാവനകൾ തീരുന്നിടത്താണ് വിശുദ്ധ ഖുർആൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.